ഞാൻ ഹരീന്ദ്രനാഥ്, നടനാണ്, അവതാരകനാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. പിന്നെ സിനിമയുടെ വിവിധങ്ങളായ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ ഈ ഫിലിം ഫീൽഡിലേക്ക് വന്നിട്ട് തന്നെ വർഷമേതാണ്ട് 32 എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയാണ് വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ ഞാൻ വന്നുപെടാനും ചെന്നുപെടാനും വലിയ പ്രയാസം എനിക്കുണ്ടായില്ല. കാരണം അതിൻ്റെ സംവിധായകനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലയാളിക്ക് എല്ലാം ഒരിക്കലും മറക്കാനൊക്കാത്ത ഗന്ധർവതുല്യനായിരുന്നു പത്മരാജൻ. കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, പിന്നെ എല്ലാമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മലയാളിയായിട്ട് പറഞ്ഞവന് ഒരിക്കലും പത്മരാജനെ മറക്കാനുണ്ടാവില്ല, ഒക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേച്ചിയുടെ മകനാണ് ഞാൻ. പത്മരാജൻ്റെ അനന്തരവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ്. പക്ഷെ അത് ഞാൻ എല്ലാ ചാനലിലും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെൻ്റെ ഭാഗ്യവും ദൗർഭാഗ്യവും കൂടെയാണ്. കാരണം ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് പത്മരാജൻ വഴിയാണ്, അമ്മാവൻ വഴിയാണ്. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമ മാത്രമേ വർക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗന്ധർവനായിരുന്നു പത്മരാജൻ്റെ അവസാനത്തെ സിനിമ. ആ ഗന്ധർവൻ സിനിമ റിലീസ് ചെയ്ത് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെയൊക്കെ വിട്ട് ഏതോ ലോകത്തേക്ക്, അദ്ദേഹം പറയുന്ന പോലെ ഗന്ധർവ ലോകമാണോ എനിക്കറിയില്ല, ദൈവലോകമാണോ, ഇവിടേക്കോ പോയി പറഞ്ഞു. അതാണ്. ഇപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് വലിയ ലെജൻസിനോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മഹാഭാഗ്യം. ഞാൻ പത്മരാജൻ, പിന്നെ അതിനുശേഷം MD വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ കളവ് എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ സെക്കൻഡ് ഫിലിം. എൻ്റെ മൂന്നാമത്തെ ഫിലിം എന്ന് പറയുന്നത് ഭരത് സാറിൻ്റെ കേളി എന്ന് പറയുന്ന സിനിമയാണ്. കേളിക്ക് ശേഷം അനശ്വരം ജോമോൻ്റെ നമുക്ക്, അതായത് ശ്വേതാമേനോൻ ആദ്യമായിട്ട് നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വന്ന പടമാണ് അനശ്വരം. അത് കാലിക്കറ്റായിരുന്നു. അവിടുന്ന് കാലിക്കറ്റിൽ നിന്ന് ഞാൻ നേരെ വണ്ടി കയറുന്നത് കൊടൈക്കനാലിലേക്കാണ്. ദാറ്റ് ഈസ് ഗുണ, കമലഹാസൻ്റെ. അപ്പോൾ റവിയെ ചമിയെ തെരയുമോ കൺമണി என்போடு കാതൽ, അതെല്ലാം ആ സിനിമയിലെയാണ്. ഇപ്പോൾ വീണ്ടും മറ്റേ മഞ്ഞുമ്പൽ ബോയ്സ് വന്നപ്പോഴാണ് ആ സിനിമയ്ക്ക്, ഗുണ സിനിമയ്ക്ക് വീണ്ടും ഒരു പുതുജീവൻ കിട്ടിയത് ആ സിനിമയിലൂടെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് 30 വർഷത്തിന് മുമ്പ് ഞാൻ കൊടൈക്കനാലിലെ പില്ലർ റോക്കിൽ അവിടെ ആ കേവിൽ 3000 അടി താഴ്ചയിൽ ഇറങ്ങി ഷൂട്ട് ചെയ്ത പടമാണത്. അതിലും വർക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അതിനുശേഷം ആനവാൽമോദരം, ഗോഡ് ഫാദർ, പിന്നെ ഒട്ടനവധി സിനിമ, എല്ലാ വലിയ വലിയ പടങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മഹാഭാഗ്യമാണ്. അതിനുശേഷം ഞാൻ മിക്കവാറും എല്ലാ ചാനലിലും, കൈരളി ചാനലിൽ ഞാൻ അവതരിച്ച പരിപാടിയാണ്. വീണ്ടും യൂട്യൂബിൽ അവരിടുന്നുണ്ട്. ഏതാണ്ട് 25 വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്ത പ്രോഗ്രാമാണ് ഒരു താരം ഒത്തിരി കാര്യം. മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ നടന്മാരെയും നടന്മാരെയും അവർക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. ഒരു ഇൻ്റർവ്യൂ എന്ന് പറയാനൊക്കെ ഒരു ചാറ്റ് ഷോ ആയിരുന്നു. ഞാൻ അവരോട് അടുത്ത് സംസാരിക്കുകയായിരുന്നു. കാരണം അവർക്കെല്ലാം നേരത്തെ തന്നെ പരിചയമുള്ളതുകൊണ്ട് തന്നെ, അതായത് ഭവാനി ചേച്ചി, അടൂർ ഭവാനി, ജോസ് പ്രകാശ്, എൻ വർഗീസ്, മാളച്ചേട്ടൻ, മാളാരവിന്ദ്, നമ്മുടെ പറവു ഭരതേട്ടൻ, കൂട്ടേട്ടൻ എന്ന് വെച്ചാൽ വിജയരാഘവൻ, പിന്നെ ചഞ്ചല, വാണിവിശ്വ, ദിവ്യ ഉണ്ണി, ഇവരൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തതാണ്. അത് കൈരളി ചാനലിന് വേണ്ടി. അതിനുശേഷം ജഹി ചാനലിൽ തുടക്കം മുതൽ തന്നെ ഞാൻ നാടൻപാട്ട് പരിപാടി, ഉറവ് നാടൻപാട്ട് പരിപാടി ഞാൻ ഏതാണ്ട് ഒരു 2.5 വർഷം ചെയ്തിരുന്നു. അതിനുശേഷം അതേ ചാനലിന് അവർക്ക് വേണ്ടി തന്നെ ഞാൻ സിനിച്ചിത്രത്താഴ് എന്ന് പറയുന്നൊരു വളരെ ഇൻഫോർമേറ്റീവായിട്ടൊരു പ്രോഗ്രാം, സിനിമയെക്കുറിച്ച് വളരെ ഗഹനമായുള്ളൊരു സ്റ്റഡിയായിരുന്നു ആ പ്രോഗ്രാം. പക്ഷെ ബാക്കി പറഞ്ഞാൽ സിനിച്ചിത്രത്താഴ്, ചലച്ചിത്ര ലോകത്തെ കൗതുകങ്ങളുടെ താഴ് തുറക്കുന്ന സിനിച്ചിത്രത്താഴിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ ഇൻട്രോ ഞാൻ പറയുന്നത് തന്നെ. അങ്ങനെ കുറേയധികം, പിന്നെ എണ്ണം പറഞ്ഞ സിനിമകൾ, പല സിനിമകളിലും ഞാൻ എൻ്റെ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ടത് സന്തോഷവൻ ഡയറക്റ്റ് ചെയ്ത ഉറുമി എന്ന് പറഞ്ഞ സിനിമയിൽ അതിലൊരു കോലത്തിരി തമ്പുരാന് വേണ്ടി, അദ്ദേഹം ഹിന്ദി നടനാണ്, അമോൽ ഗുപ്തയാണ് അഭിനയിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ നയൻതാര സീതയായിട്ട് അഭിനയിച്ചൊരു തെലുങ്ക് മൂവി ഉണ്ടായിരുന്നു, രാമരാജ്യം. അതിൽ രാമരാജ്യം ആകുമ്പോഴത്തേക്കും എന്തായാലും വാൽമീകി ഇല്ലാതിരിക്കാനൊക്കെ. അപ്പോൾ സീത നമ്മുടെ നയൻതാരയായിരുന്നു. ബാലകൃഷ്ണ എന്ന് പറയുന്ന തെലുങ്ക് നടനായിരുന്നു അതിനകത്ത് ശ്രീരാമനായിട്ട് അഭിനയിച്ചത്. അതിലെ വാൽമീകിയായിട്ട് അഭിനയിച്ചത് ഈ നാഗാർജുനയുടെയൊക്കെ അച്ഛൻ നാഗേശ്വര റാവു. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, അപ്പോൾ നാഗേശ്വര റാവു ആയിരുന്നു അതിൽ വാൽമീകിയായിട്ടുള്ള വേഷം ചെയ്തത്. പക്ഷേ ആ വാൽമീകിക്ക് ശബ്ദം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു.
അങ്ങനെ ഒരുപാട് പിന്നെ ആകാശവാണിയിലെ തിരുവനന്തപുരം ആകാശവാണി ഇതിലെ അനൗൺസറാണ്. അതുകൊണ്ട് അതിലെ നാടകവും ചെയ്യുന്നുണ്ട്. ഡ്രാമ ഓഡിഷനിലുമാണ് ഞാൻ. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്. അത് അല്ല, അതൊരു ഭാഗ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് IFFKയുടെ 30th IFFK പങ്കെടുക്കാനാണ്. അതിൻ്റെ വെന്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അതും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 30 IFFK ഒരെണ്ണം പോലും മുടങ്ങാതെ അറ്റൻഡ് ചെയ്ത കക്ഷിയാണ് ഞാൻ. 30 IFFK അറ്റൻഡ് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റി. അതാണ്. അതിനു മുമ്പ് IFFI ഒരു പ്രാവശ്യം 87 ഇവിടെ വന്നിരുന്നു, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. ഇപ്പോൾ സ്ഥിരം ഗോവ വേദിയാക്കി മാറിയിരിക്കുന്ന IFFI ഒരു പ്രാവശ്യം ട്രിവാൻഡ്രത്ത് വന്നിരുന്നു. അതിലും അന്ന് ഞാൻ കൊച്ചു പയ്യനാണ്. പക്ഷേ അമ്മാവൻ്റെ പാസും കൊണ്ട് അതിനും കയറിയിരുന്ന് പടം കാണാൻ പറ്റി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ ഇനാറൽ ഫിലിം ബെർണാഡോ ബെഡ്ലൂസിയുടെ ലാസ്റ്റ് ടെമ്പർ ആയിരുന്നു ഫിലിമായിരുന്നു. അത് നിശാഗന്ധിയിൽ ഏതാണ്ട് സെക്കൻഡ് റോയിൽ അദ്ദേഹത്തിൻ്റെ പാസ്സായിരുന്നു, പത്മരാജൻ്റെ പാസ്സായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് റോയിൽ നിന്ന് എനിക്ക് അതും കാണാൻ പറ്റി.